യുവർ സെഷൻ ഇസ് ഓൾമോസ്റ്റ് 1 hour. അപ്പം അതിൽ ഐ റെഫേർഡ് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഒക്കെ ഞാൻ റെഫർ ചെയ്തു. ബിക്കോസ് ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു സോൾ ടോക്ക്. സോ വൺ തിങ് യു നീഡ് ടു നോ അബൌട്ട് സോൾ ടോക്ക് ഇസ് ദാറ്റ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ അത് ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി സെൻസ് ടു മീ. what you are listening, what you are hearing may not make sense to your husband or to your child or your friend, because it's meant only for you. Only you will be able to identify the inner meaning of those things that come out of my mouth. എനിക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്, വി ജസ്റ്റ് മെറ്റ് ആൻഡ് ഐ ഡിഡ്ന്റ് നോ യു പേഴ്സണലി. അപ്പോൾ എൻ്റെ ഇത്ര പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൻ്റെ ഉള്ളിലെ പ്രോബ്ലംസിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഉള്ളിലൊരു പേടി, നീ ഇത് ആരോടെങ്കിലും ഒക്കെ പറയുമോ. അപ്പം തന്നെ ആദ്യം തന്നെ ആൾ പറഞ്ഞ അതാണ്, just believe me, and you know this is not going out from my mind, but you can talk to your friends about it. That's up to you. അപ്പം നമുക്കൊരു സ്ട്രോങ് ഫെയ്ത്ത്, ബിക്കോസ് it's really personal. വേറെ ആരെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഡീപ്ലി ബറി ചെയ്തിരിക്കുന്ന സീക്രട്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ബറി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെ പറയുമ്പോൾ ആ ഒരു ഫെയ്ത്ത് നമുക്ക് വേണം. ആ ഒരു അഷ്വറൻസും ആ ഒരു എന്താ പറയുക സെക്യൂരിറ്റി ഫീലിംഗ് ഇറ്റ് വാസ് ദെയർ. അത് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. ഓക്കെ, എവ്രി വൺ ഹു ഈസ് വാച്ചിങ് ദിസ് ഹാസ് ടു ഗോ ടു ഹെർ വൺസ് ഇൻ ലൈഫ്. നമ്മൾ ആ ഒരു മൊമെൻറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. So that security is something that I guarantee, because two reasons. First thing is I am very ethical in what I do, although I am just starting to do this professionally. I am very ethical, but my beliefs are very strong. Second reason is I am talking to so many people. ഇവരെല്ലാവരുടെയും വിഷയങ്ങൾ ഞാൻ ഓർത്തു വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് ഒരു കാര്യമില്ല. അതാണ് അത് വേറൊരു പ്രോബ്ലം കേട്ടോ. നമ്മൾ ഒരുപാട് പേരുടെ പ്രോബ്ലംസ് ആണ് ഡീലിംഗ്. ഇസ് ദിസ് അഫക്റ്റിംഗ് യുവർ പേഴ്സണൽ ലൈഫ് ഇൻ എനി വേ? എഫക്റ്റ് ഓബ്വിയസ്ലി ആവും, ബിക്കോസ് നമ്മൾക്ക് കേൾക്കാൻ നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നവർ, നമ്മൾക്ക് അടുത്തറിയാവുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ക്യാൻ പുൾ യു ഡൗൺ, ഇറ്റ് ക്യാൻ മേക്ക് യു നെഗറ്റീവ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു സ്റ്റേ ഗ്രൗണ്ടഡ്, ഫോർ മീ ടു ഹാവ് my own routines and practices that will help me stay grounded. And one thing you need to know is that if you are going to help your friend, what do? Do you get involved into that emotional issue and അതിലൊരു ഭാഗമായിട്ട് ചേരോ, ഇല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് അതിനൊരു ഫാക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് സൊല്യൂഷൻ പറയും? അതാണ് നമ്മൾ ചെയ്യുക, അതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ the answer is yes, it can affect, but no, I don't let it affect. So what is your daily routine? My daily routine is not fixed right now because I am traveling. But ideally I would wake up in the morning, maybe do my tea and all of that. And ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയ കാരണം കുറച്ച് ലോഗിൻ ചെയ്ത് പിന്നെ ഒരു ഷവർ ചെയ്ത് പിന്നെ കുറച്ച് ലേറ്റർ ആകുമ്പോൾ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഇരിക്കും. ആൻഡ് ദെൻ എൻ്റെ ഓഫീസ് ജോലി ഞാൻ വൈകുന്നേരം 5 o'clock വരെ ചെയ്യും. 5 o'clock കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റീഡിങ്സ് എടുക്കുക. സോ യൂഷ്വലി ഡെയിലി ഒരു 2 റീഡിങ് മാത്രമേ എടുക്കുള്ളൂ. Yes, I call it readings. Because it is not a conversation. When you come to me, you know that it is not a conversation. Very true. ഇപ്പോൾ ഒരു ആസ്ട്രോളജിസ്റ്റ് അടുത്ത് പോയപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ we talk. We ask, we tell them our problems and they give solutions or tell us what to do. പക്ഷേ this was completely different. You were talking for almost 45 to 1 hour. ആ പറഞ്ഞത് മുഴുവൻ ഞാൻ അറിയേണ്ട കാര്യങ്ങളായിരുന്നു. അതാണ് അതിലകത്ത്. ശരിയാണ്, it was reading. It was reading. And I am just translating it as much as I can translate. So how do you do that? You use any tool set for it? We do not actually require tools, but for assurity or for guidance purposes, I do use tools. These are my sets. We can show them sometime later. Okay. അപ്പം നമുക്കതിലേക്ക് വരാം അല്ലേ? ഈ ചോദ്യങ്ങളൊന്ന് റെഡി ആയിട്ട് അല്ലേ, കുറച്ച് നമ്മൾ അറിഞ്ഞിട്ട് അവസാനം നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്നറിയാം. നല്ല ഭംഗിയുള്ള ഇരിക്കുന്നുണ്ട്. സോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒന്നുമില്ല. It is basic paper and ink and some words on it. ഞാൻ എങ്ങനെയെങ്കിലും അവസാനം വരെ
വന്നിരുന്ന് കണ്ടിത് കാണാൻ വേണ്ടി ഇരിക്കുമല്ലോ, അപ്പോഴൊന്ന് സീക്രട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറയരുത്. ഇതിനകത്ത് കണ്ടില്ല, ഇത്ര ഭംഗിയുള്ള ഒരു പെട്ടി നമ്മൾ അടച്ചതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ പല കാര്യങ്ങളും ഉണ്ട്. ഇത് വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ ലാസ്റ്റ് കാണിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആളെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഹൗ ഡു ദേ റീച്ച് ടു യു, എങ്ങനെയാണ്, എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആശ്രയം പരിചയപ്പെട്ടത് ഒരു നിമിത്തം എന്ന് തന്നെ പറയാം, എൻ്റെ ത്രൂ ഫ്രണ്ട്സ് ആൻഡ് റെഫറൻസസ്. അതുപോലെ തന്നെയാണോ ആൾക്കാർ, ഹൗ ഡു ദേ കം ഫോർ എ റീഡിങ്? അതെ, സോ യൂഷ്വലി ഇങ്ങനെ ഒരു റെഫറൻസ് ത്രൂ തന്നെയാണ് ആൾക്കാർ വരുന്നത്. ഫോർ ടിൽ നൗ എനിക്ക് തായ്വാൻ തുടങ്ങി ഹാലിഫാക്സ് കാനഡ വരെ സിറ്റേഴ്സ് വന്നിട്ടുണ്ട് റീഡിങ്ങിന്. സോ റെഫറൻസ് ത്രൂ വരുന്നതാണ് എനിക്കും കുറച്ചുകൂടി താല്പര്യം. സോ ദേ വിൽ നോ വാട്ട് ടു എക്സ്പെക്ട് ആൻഡ് വാട്ട് നോട്ട് ടു എക്സ്പെക്ട്. ബട്ട് ഐഡിയലി യു ക്യാൻ ഫൈൻഡ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. പക്ഷേ ഐ എം നോട്ട് ഓൺ ഫേസ്ബുക്ക്, ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യില്ല. സോ ഇൻസ്റ്റഗ്രാമിൽ ത്രൂ വരാം. പിന്നെ എൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്നെ വാട്സാപ്പ് ചെയ്യാം. മൈ നമ്പർ ഇസ് പ്രിറ്റി ഓപ്പൺ. എന്നെ വാട്സാപ്പ് ചെയ്താൽ മതി. പേര് മാത്രം പറയാം, റീഡിങ്ങിന് വരാമെന്ന് പറയാം. ഞാൻ അപ്പോൾ ടൈമും ഡേറ്റും പറയും. അപ്പോൾ ഒരു 1 hour ഫ്രീ ആയിരുന്നാൽ മതി. വേറെ എൻ്റെ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഇൻസ്റ്റയിലെ ലിങ്ക് നമുക്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഈ സെഷൻ കണ്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് interested. That's all. So usually I want to add this also. Usually people that cross my life or cross paths with me are people that are meant to hear something from me. So that is what I believe. And because that belief is not a plain belief, because I have heard it throughout my life from people that I was interacting with, and we'll be normally sitting and talking, and they'll be like, oh my god, you know what, I wanted to hear that and it came out of your mouth. So even when friends are coming through other references, or I randomly meet somebody in the mall or somewhere with work, and they are suddenly interested about this, I'm not going to go around canvassing that I'm doing this, but they somehow show that kind of interest. പിന്നെ എനിക്ക് തോന്നുന്നേ ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, കറക്റ്റ്. എനിക്കത് അറിയാനുള്ള ഒരു divine timing. Divine timing, that is one thing I truly believe in, divine timing. Because ഒരു ടൈമിംഗ് ഇല്ലാണ്ട് ഇപ്പോൾ if you are telling a teenager that this is not important for your life at all, but a teenager is not going to accept it, because he or she has to experience things in their time, in their life. That's that age, it has to go through it. അല്ലെങ്കിൽ ഓരോ റീഡറിന്റെ ഒരു റീഡിങ്ങിന് വരുന്ന ഓരോരുത്തരുടെയും സ്പെസിഫിക് ടൈമിൽ they'll meet you. Yes, exactly. അത് അറിയേണ്ട ഒരു സമയം, അത് it was already decided. It's already decided, you can say. I mean, I strongly believe in that. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ any particular religion basics ഉണ്ടോ അതിന്? Absolutely nothing. I'm a very rational skeptic. I'm a rational skeptic in a true sense that when I started realizing I have these gifts, I spent almost 10 years trying to rationalize that. Okay, I was skeptic about my own capability. So you can understand what kind of a skeptic I am. So I don't believe that you have to be in a certain religious practice or belief practices to come and follow my sessions. No, but if you are a religious person, I can cater to that as well. I can convert these pieces of knowledge to be religious friendly, and you will understand it better. Whatever is socially acceptable for you, you can do it, but I will cater to your understanding. Adu angane aayittaanu vera, and when it comes out, or when these messages come out, it is going to come out in such a way that it caters to you, to your understanding. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഒരു റീഡിങ് സെഷൻസ് ഇപ്പോൾ ഒരുപാട് പേരെ പറഞ്ഞല്ലോ അല്ലേ, ത്രൂ ഔട്ട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് റീഡിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു എന്താ പറയുക വളരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടോ ഈ റീഡിങ്സിൽ എപ്പോഴെങ്കിലും? ഞാൻ അങ്ങനെ പേഴ്സണലി ഓർത്ത് വെക്കാറില്ല. കാരണം നമ്മൾ സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെയും അതിനെ റീവിസിറ്റ് ചെയ്ത് സാഡ് ആയിട്ടിരിക്കുക, അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ വൺ തിങ് ദാറ്റ് ഐ ഹാവ് നോട്ടിസ്ഡ് ഈസ് ദാറ്റ് പല ആൾക്കാരും ഓരോ റീഡിങ്ങിന് വരുമ്പോഴും അവർക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 0.5% ഒരു മെസ്സേജ് എനിക്ക് തിരിച്ചെടുക്കാനുണ്ടാവും. So it does affect my life in that sense. Okay. So you also gain from every customer, I mean every reader, every sitter, every person, every sitter, you also gain some knowledge from them too. Okay. Because I feel like I'm helping myself when I'm helping these people. You're also growing along with Yes. Great. So as we were discussing about both positive and negative energy.
So have you ever experienced a negative form of energy in your life? ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഇല്ലാണ്ട് പോസിറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവ് ഇല്ലാണ്ട് നെഗറ്റീവ് ഉണ്ടാവില്ല. ഐ ബിലീവ് ദാറ്റ് ബോത്ത് ഓഫ് ഇറ്റ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. If I have a negative experience is when I will identify the positives in such experiences next time. So when it comes to energies, yes, I have experienced both positive and negative energies. It is real. It is പോസിറ്റീവ് ഈ നെഗറ്റീവ് എനർജിന്ന് നമ്മൾ ഒരു ലേമാൻ ടേംസിൽ പറയുകയാണെങ്കിൽ ഗോസ്റ്റ്, ഭൂതപ്രേത പിശാച് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഫോം ഓഫ് എനർജിനെ ആണോ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, നെഗറ്റീവ് ഫോം ഓഫ് എനർജി. അത് എപ്പോഴെങ്കിലും അത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓർ കെൻ യു സീ ഉണ്ടോ? സോ ബേസിക്കലി നമ്മളുടെ ഈ നെഗറ്റീവ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഫ്രം ഗോസ്റ്റ് ആ ഒരു ലെവലിൽ ടു ഡിപ്രഷൻ ഓർ ടു സാഡ്നെസ് ഇൻ യുവർ മൈൻഡ് വിത്തൗട്ട് എനി റീസൺ. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സാഡ് ആയിരിക്കാം, അതും ഒരു നെഗറ്റീവ് ഫോം ഓഫ് എനർജി തന്നെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് അറിയില്ല വൈ വി ആർ ഓഫ്. ചില ദിവസങ്ങളെ അങ്ങനെയാണ്. അതെ, രാവിലെ ദാറ്റ് ഈസ് ഓൾസോ എ നെഗറ്റീവ് ഫോം ഓഫ് എനർജി. ഗോസ്റ്റ് മാത്രമല്ല, ഓർ ഇങ്ങനെ സിനിമയിൽ കാണിക്കുന്ന മാതിരി ഡീമൺ മാത്രമല്ല നെഗറ്റീവ്. ഇതും ഒരു ഫോം ഓഫ് സെൽഫ് സാബോട്ടാജിങ് നെഗറ്റീവ് എനർജിയാണ്. സോ രണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ വാട്ട് യു ഗിവ് മോർ പവർ ടു ഇസ് വാട്ട് വിൽ ഗ്രോ. വാട്ട് യു ഫീഡ് മോർ ഇസ് വാട്ട് വിൽ ഗ്രോ. ഓക്കെ, അതല്ലാതെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു സ്കെയറി പിക്ചറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു I strongly believe that it is a reflection of our imagination. Hallucinations അങ്ങനെ പറയാം. Hallucination എന്നും പറയാം. Yes. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ, നമ്മുടെ മൈൻഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപങ്ങളാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ തന്നെ എടുത്തേക്കുന്ന ഒരു പിക്ചറിനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അല്ലേ? അതല്ലാതെ ഒരു അങ്ങനെ ഒരു കൊമ്പൊക്കെയുള്ള നാഗൊക്കെ നീട്ടി വരുന്ന അങ്ങനത്തെ ഒരു ഫോം ഓഫ് ഗോസ്റ്റ് ഇല്ല. സോ അത് ഒന്നില്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളുടെ ഇമാജിനേഷനിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ചെറുപ്പത്തിലേ നമ്മളുടെ പാരൻസ് പറയും കോക്കു ഉണ്ട് അവിടെ, ഇല്ലെങ്കിൽ ഭൂതം ഉണ്ട്. സോ നമ്മൾ അതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് മൂവിക്കകത്ത് ആ ശോഭനയുടെ കൊച്ചിലെയുള്ള ക്യാരക്ടർ കാണിക്കുന്നുണ്ടല്ലേ, അമ്മമ്മയുടെ മടി കിടന്ന് ഒരുപാട് സ്റ്റോറീസ് ഈ ഡീമണിയെ പറ്റിയും അല്ലെങ്കിൽ അങ്ങനത്തെ പറ്റിയ സ്റ്റോറീസ് ഒരുപാട് കേട്ട് അവളുടെ മനസ്സിൽ അവൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഫോം ഓഫ് ഒരു പിക്ചർ ഉണ്ട്. ആ ഫേസ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു അല്ലേ? Okay. When you mention Manichitrathazha, I also want to mention a lot of people that go through spiritual awakening also show a lot of symptoms which are very close to a psychosis. What psychosis is, what is portrayed in Manichitrathazha, multiple personality disorder and psychosis. So other random nalla vyathyasam undu. When you are going through psychosis, you lose all control of your imagination. You think that okay, God is sitting next to me. Yeah, that is real. You start living in that reality. But when you're going through a spiritual awakening, what is more important is that you form a basis on this planet as a human, as an individual. Yes, I am this, I am Ashraya, but also I can be present in various parallel narrations in my own mind. You understand? So when you lose control, Pranta nu parayum. Yes, Pranta nu parayum. That is the fine line. Pranthanulla chance undennaanu parayunnadalle. We all have that cheriya Pranta. Even Einstein, if you see, he was also Pranta. If you see Galileo or Nostradamus or anybody, Aristotle, at some point of time somebody thought that person was crazy. Mad. Yeah. Crazy. So when it is, how do you say that person is crazy? When it is hard for you to accept what he is doing, you can call him crazy. But there is another kind of true kind of crazy where one person is repeatedly doing the same actions and expecting a different reaction. That is by definition insanity. So there is a slight difference. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെറുതായി കിളി പോയ ഒരു അവസ്ഥ ഉള്ളത് നല്ലതാണെന്നാണ് പറയുന്നത്.